അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ചോറ് വെക്കുന്നവരാണ്, ഡെയിലി നമ്മൾ ചോറ് കഴിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 2-3 അല്ലി ചോറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെയും അതേപോലെ തന്നെ ദഹനത്തിനും ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പ്രഷറും ഷുഗറൊക്കെ ഉള്ളവർക്ക് ചോറ് കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ആരോഗ്യവും ഉണ്ടാവും, നല്ലതുമാണ് നമ്മളിതുപോലെ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും മീൻ കായം പുരട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ മസാല ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം വെള്ളമാണ് ചേർത്തിട്ട് നമ്മൾ കുഴക്കുക. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഇതേപോലെ നമ്മൾ എല്ലാ മസാലയും കൂട്ടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഒലീവ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ മസാല പുരട്ടി കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ല രുചിയും ഉണ്ടാവും. അതുപോലെ നമ്മളുടെ മീനിൽ നിന്നിട്ട് ഒരിക്കലും മസാല വിട്ടു പോവേയില്ല. അപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നതും അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നമ്മൾ മീൻ ഏത് തന്നെ ആയാലും ഒന്ന് മസാല പുരട്ടുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതേപോലെ പുതിയ പാത്രങ്ങളൊക്കെ മേടിച്ച് ഇഡ്ഡലിയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാറുണ്ട്. അടിയിലെ വെള്ളമൊക്കെ പോയിട്ട് കരിഞ്ഞ് പിടിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ഇഡ്ഡലി ആയാലും എന്ത് പുഴുങ്ങാൻ വെക്കുമ്പോഴും ഇതുപോലെ നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലർ പൈസ ഇട്ട് കൊടുക്കുക. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ഒരു വെള്ളയപ്പ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിശ്രിതം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണം നമ്മളുടെ ഈ ഒരു വിനീഗറിലേക്ക്. അതിനുശേഷം നമുക്കിതൊരു 2 മണിക്കൂർ മാറ്റി വെക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. നന്നായിട്ട് നമുക്ക് ഈ ഒരു മിശ്രിതം നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ അതേപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. 1.5 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത പൊടിയായാലും കുഴപ്പമില്ല, വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് നമ്മളുടെ മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു മിശ്രിതം മാത്രമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു 2 കയ്യിൽ ഫുള്ളായിട്ട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നാളികേരം വേണ്ട എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് 2 പ്രാവശ്യമായിട്ട്. ഒന്നര കപ്പ് പൊടിയിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മാവിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ബാക്കി പൊടി കൂടെ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ മാവ്. ഇതേ ഒരു കട്ടിയിലാണ് നമ്മളുടെ മാവ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തണുപ്പ് സീസൺ ആയതുകൊണ്ട് ഞാൻ ഇതൊരു കേസറോളിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്.
പിന്നെ നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് ചെയ്ത് വെക്കുന്നത്, രാവിലേക്കുള്ള മാവ്. ഇനി നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു കട്ടിയിൽ. ഇനി മൂടി വെക്കാം, പിറ്റേ ദിവസം നമുക്ക് എടുക്കാം രാവിലെ. രാവിലെ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മാവ് പൊന്തിയും വന്നിട്ടുണ്ട്, നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇഡലിയും ഉണ്ടാക്കിയെടുക്കാം. തരിയുള്ള അരിപ്പൊടി വെച്ചിട്ട് നമുക്കിതേപോലെ തന്നെ ഇഡലിയും നല്ല സോഫ്റ്റ് ഇഡലിയും ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ അരി നമ്മൾ വെള്ളത്തിലിടാൻ മറന്നു പോയാലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ബബിളൊക്കെ വന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള വെള്ളയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു ഈ ഒരു വെള്ളയപ്പത്തിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല അടിപൊളിയാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല വറുത്ത പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. 1.25 കപ്പ് വെള്ളവും കൂട്ടിയിട്ടുണ്ട്. 2 കയ്യിൽ ചോറ്, കുറച്ച് നാളികേരം. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അരി വെള്ളത്തിലിടാൻ മറന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.